ഡി എൽഡുകാരും ബി എഡുകാരും അവസാന വർഷ വിദ്യാർത്ഥികളോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഡി എൽഡ് ബി എഡിൻ്റെ അവസാന വർഷ വിദ്യാർത്ഥികളോട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ കേറ്ററ്റിൻ്റെ ഓറിയൻറ്റേഷൻ വെബിനാറുകളിലും സെമിനാറുകളിലും ഒക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഒരുപാട് പേര് എൻക്വയറി നടത്തിയ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഈ ഒരു അവയർനെസ് വീഡിയോയിലേക്ക് എത്തിയിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഡി എൽഡും ബി എഡും അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ 2025 മെയ് മാസത്തിൽ ഒരു കേറ്ററ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സെറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്, സീറ്ററ്റും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷനുകളുടെ കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 2026 ഡിസംബറോടുകൂടി നമ്മൾ അടുത്ത LP-UP നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 2027 ആ എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇനി വരുന്ന കേറ്ററ്റും അതേപോലെ ഇനി വരുന്ന LP-UPയും ഈ ഡി എൽഡ് ബി എഡ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസാന വർഷ ഉദ്യോഗാർത്ഥികൾക്ക് നിർണായകമാകുന്നത് എന്ന് ഉള്ളത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതായത് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലായാൽ നമുക്കറിയാം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനം സംഭവിക്കുന്നത് വലിയൊരു മാറ്റമാണ്. അതേപോലെ തന്നെ നമ്മുടെ LP-UP എക്സാമുകളുടെ ഘടന മാറും. LP സ്കൂളിൽ ഡിഗ്രി നിർബന്ധമായിട്ട് മാറും. സോ ഇപ്പോൾ നടക്കുന്ന രീതിയിലുള്ള LP-UP എക്സാം ഇനി ഒരു തവണ കൂടി മാത്രമേ നടക്കാനായിട്ടുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് അതിനു വേണ്ടിയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നിങ്ങളുടെ കേറ്ററ്റ് പഠനം എന്ന് പറയുന്നത് കേവലം കേറ്ററ്റിന് ഒരു 90 മാർക്ക് നേടി ആ കട്ട് ഓഫ് കടന്ന് കേറ്ററ്റ് ക്വാളിഫിക്കേഷൻ നേടാൻ വേണ്ടി മാത്രമാവരുത്. അടുത്ത LP-UP മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രിപ്പറേഷൻ കൂടി ആയിരിക്കണം ഇനി വരുന്ന കേറ്ററ്റിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് കേറ്ററ്റിലെ സൈക്കോളജിയുടെ ടോപ്പിക്കുകൾ, പെഡഗോഗിയുടെ ടോപ്പിക്കുകൾ, അതുപോലെ തന്നെ സയൻസിൻ്റെയും മാത്സിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഒക്കെ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് LP-UPയുടെ സിലബസുമായിട്ട് വലിയ സാമ്യതകളുണ്ട്. LP-UPയുടെ സിലബസിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി വിശാലമായ വൈഡർ ആയിട്ടുള്ള ഒരു സിലബസ് ആണെന്ന് കാണാൻ പറ്റും. അപ്പോൾ കേറ്ററ്റ് സിലബസ് നന്നായി ഒന്ന് പ്രിപ്പയർ ചെയ്ത് വരികയാണെങ്കിൽ ബി എഡോ ഡി എൽഡോ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബേസ് കിട്ടാൻ എളുപ്പമായിരിക്കും. ആൻഡ് നിങ്ങൾ അടുത്ത LP-UP എക്സാമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മലയാളത്തിലുള്ള ക്വസ്റ്റ്യനുകൾ തന്നെ കേറ്ററ്റിൻ്റെയും ഒക്കെ മലയാളത്തിൽ കാറ്റഗറി 1 ഉം 2 ആണ് പ്രധാനമായിട്ടും. 3 ഇംഗ്ലീഷിൽ മാത്രമേ ക്വസ്റ്റ്യൻസ് ഉള്ളൂ. കാറ്റഗറി 1 ഉം 2 ഉം പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മലയാളത്തിലുള്ള കണ്ടന്റുകൾ പഠിച്ചു തുടങ്ങുക. കാരണം LP-UPക്ക് നിങ്ങൾ പഠിക്കേണ്ടത് മലയാളത്തിലാണ്. SCERT ടെക്സ്റ്റ് ബുക്കുകളും NCERT ടെക്സ്റ്റ് ബുക്കുകളൊക്കെ മലയാളത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾ ഇനി ഫോക്കസ് ചെയ്ത് വരേണ്ടതും. അപ്പോൾ ആ പഠനം നിങ്ങൾ കേറ്ററ്റ് നേടിയെടുക്കുന്നതിന് സഹായിക്കും. ഒപ്പം LP-UPയിലേക്ക് ഒരു ഫൗണ്ടേഷനായിട്ട് അത് മാറുകയും ആ പഠനത്തെ എക്സ്റ്റെൻഡ് ചെയ്ത് LP-UP ഞാൻ നിങ്ങളോട് എടുത്തു പറയുന്നു, ബി എഡും ഡി എൽഡും അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പലപ്പോഴും അറിയാതെ പോകുന്നത് കൊണ്ടാണ്. ഓൾറെഡി ഒരു LP-UP എഴുതിയ ആളുകൾ 3 വർഷം ഫോക്കസ് ചെയ്ത് LP-UP അടുത്ത LP-UP വിളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും അതിനു വേണ്ടിയിട്ടുള്ള പഠനം, ഡെപ്തിലുള്ള പഠനവും ഇപ്പോൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കേറ്ററ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനൊപ്പം തന്നെ LP-UP പോലുള്ള എക്സാമുകൾ പ്രിപ്പയർ ചെയ്യാനുള്ള അവസരമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാകുമ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഇപ്പോഴുള്ള രീതിയിലായിരിക്കില്ല പിന്നീട് എക്സാം നടക്കുക. അതുകൊണ്ട് അടുത്ത എക്സാം ഡിഗ്രി നിർബന്ധമായിട്ടും വരുന്ന +2 കഴിഞ്ഞിട്ട് ഡി എൽഡ് എടുത്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവർ ഡിഗ്രി കൂടി എടുക്കേണ്ടതായിട്ട് ഇനി വരും അതിനുശേഷം. സോ വളരെ പ്രാധാന്യത്തോടുകൂടി ഇതിനെ കാണുക. കേറ്ററ്റും LP-UPയും ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യാൻ ആരംഭിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടും എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേറ്ററ്റ് കോഴ്സുകൾക്കും LP-UP കോഴ്സുകളും നിങ്ങൾക്ക് ഒന്നിച്ചെടുക്കാനായിട്ടും അതുപോലെ കോമ്പിനേഷനിൽ ഒരു കോംബോ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ടുള്ള അവസരങ്ങൾ എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിലൊക്കെ കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് കേറ്ററ്റിൻ്റെ നല്ലൊരു പ്രിപ്പറേഷൻ ആരംഭിക്കുക. കേറ്ററ്റ് 90 മുകളിലേക്ക് എന്നുള്ളത് കട്ട് ഓഫ് ആയിട്ട് പറയുമ്പോൾ നമുക്ക് നന്നായിട്ട് പഠിച്ചാൽ 115, 120 മാർക്കൊക്കെ 150 നേടാനായിട്ട് സാധിക്കും. ആ ലെവലിലേക്ക് പഠിച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 60% LP-UPയുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ആ ഒരു മൊമെൻറ്റം മെയിൻറ്റെയിൻ ചെയ്ത് അടുത്ത LP-UP വരെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും, ടോപ്പ് റാങ്കിൽ എത്താൻ സാധിക്കും. LP-UPയുടെ എക്സാം വരെയുള്ള സപ്പോർട്ടാണ്. LP-UPയുടെ എക്സാം വരെ നിങ്ങൾക്ക് കോഴ്സിൻ്റെ വാലിഡിറ്റി കിട്ടുന്ന രീതിയിലാണ് എൻട്രി ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് കാണാം, എൻ്റെ പിന്നിൽ കാണാം, കഴിഞ്ഞ കേറ്ററ്റിൻ്റെ വിജയികളായിട്ടുള്ള വിവിധ സബ്ജക്റ്റുകൾ, വിവിധ കാറ്റഗറികളുള്ള വിജയികളായിട്ടുള്ളവരുടെ ഫീഡ്ബാക്സ് കാണാം. എൻ്റെ ഏറ്റവും പുതിയ കോഴ്സുകളാണ് കേറ്ററ്റിന് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എല്ലാ ആശംസകളും നേരുകയാണ്. നിങ്ങൾക്ക് ആദ്യ ചാൻസിൽ തന്നെ വിജയിക്കാൻ സാധിക്കണം. ഒരുപാട് പേരുടെ ഫീഡ്ബാക്സ് ഉണ്ട് കേട്ടോ. ഞാൻ അത് ജസ്റ്റ് കുറച്ച് പേരുടെ മാത്രം അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സോ എത്രയും പെട്ടെന്ന് തന്നെ ഡി എൽഡും ബി എഡും അവസാന വർഷ വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഈ ചാൻസ് ഉപയോഗിക്കുക. ഇനി സെക്കൻഡ് സെം കഴിഞ്ഞിട്ട് തേർഡ് സെമ്മിലേക്ക് എൻ്റർ ചെയ്യുന്ന ആൾക്കാർ അടുത്ത കേറ്ററ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. LP-UPയും അതിനൊപ്പം പഠിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. സോ യൂസ് ചെയ്യുക. എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. എൻട്രി നിങ്ങൾക്ക് ഏറ്റവും മികച്ച കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. നമുക്ക് വീണ്ടും കാണാം. ഇത്തരത്തിലുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കേറ്ററ്റിൻ്റെ ടോപ്പ് 5 സീരീസും ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ഒക്കെ ആയിട്ട് ഇനിയും വരുന്നുണ്ട്. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.